കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഉത്തരവുണ്ടായിരുന്നു. കേരളത്തെ സംബന്ധിച്ചാണ്. കേരളം ഏറെ കാലമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നൽകിയ അപ്പീലാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. ആ വാർത്ത നമ്മുടെ മാധ്യമങ്ങളിൽ വന്നിരുന്നു, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളിൽ. കഴിഞ്ഞ ദിവസം ഗവർണർക്ക് അനുകൂലമായിട്ടാണ് സുപ്രീം കോടതി വിധി, സർക്കാരിന് തിരിച്ചടി എന്ന രൂപത്തിലായിരുന്നു വാർത്ത വന്നത്. താൽക്കാലിക VC-മാർക്ക് തുടരാം, താൽക്കാലിക VC-മാരെ ഗവർണർക്ക് നിയമിക്കാം, ഇതുവരെയുള്ള അനിശ്ചിതത്വം തീർന്നു കഴിഞ്ഞു, സർക്കാരിന് തിരിച്ചടി, ഗവർണർക്ക് മേൽക്കൈ എന്നിങ്ങനെയുള്ള വിവരണങ്ങളോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം വാർത്ത പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ കഴിഞ്ഞ ദിവസം വിധി നോക്കിയപ്പോൾ അത്തരമൊരു പരാമർശം വിധിയിലൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഇനിയിപ്പോൾ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതുകൊണ്ടാകും എന്ന് കരുതി ഇരിക്കുമ്പോഴാണ് ഇന്ന് വിധിയുടെ പൂർണ്ണ രൂപം പുറത്തു വന്നത്. മാതൃഭൂമി ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയുടെ 5-ാം പേജിൽ ഒരു 2 കോളം വാർത്തയാണ്. മനോരമ 2-ാം പേജിൽ മറ്റൊരു വാർത്ത കൂടി നൽകിയിട്ടുണ്ട്. അത് ഗവർണർ അയയുന്നു എന്ന തലക്കെട്ടോടു കൂടിയാണ്. ഇവിടെയും ഗവർണർക്ക് തിരിച്ചടി എന്ന വാക്ക്, ഗവർണറുടെ നിലപാടിന് ഏറ്റ തിരിച്ചടി എന്ന വാക്ക് മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. എന്നിരുന്നാലും വാർത്തയിൽ സത്യം പറയുന്നു. ദേശാഭിമാനി മാത്രമാണ് ഗവർണർക്ക് തിരിച്ചടി എന്ന വാർത്ത നൽകിയിരിക്കുന്നത്. നമുക്കാദ്യം മാതൃഭൂമി കൊടുത്ത വാർത്ത നോക്കാം. മാതൃഭൂമിയുടെ 5-ാം പേജിൽ ഗവർണർക്ക് സർക്കാരിനെ മറികടക്കാനാവില്ല, VC നിയമനം ഗവർണർക്ക് സർക്കാരിനെ മറികടക്കാനാവില്ല എന്നാണ് വാർത്തയുടെ തലക്കെട്ട്. അതിനുശേഷം പറയുന്നു എന്ന് വെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഗവർണർ ചെയ്ത എല്ലാ നടപടികളും തെറ്റാണ്. ഹൈക്കോടതിയുടെ വിധിയുണ്ട്, താൽക്കാലിക VC-മാർക്ക് തുടരാൻ കഴിയില്ല, സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് ഗവർണർമാരെ നിയമിക്കണം, ഇതായിരുന്നു ഹൈക്കോടതി വിധി. ഈ ഹൈക്കോടതി വിധിക്കെതിരെയാണ് ഗവർണറും താൽക്കാലിക VC-മാരും സുപ്രീം കോടതിയെ സമീപിച്ചത്. അവിടെയും ഹൈക്കോടതി വിധിയെ അംഗീകരിക്കുകയാണ് ചെയ്തത് സുപ്രീം കോടതി. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരെ തിരിച്ചാണ് വാർത്ത നൽകിയത്. അത് ഇന്ന് മാതൃഭൂമി ചെറിയ മാറ്റത്തോടുകൂടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എങ്കിലും തലക്കെട്ട് VC നിയമനം ഗവർണർക്ക് സർക്കാരിനെ മറികടക്കാനാവില്ല എന്ന് തന്നെയാണ്. മനോരമയുടെ തലക്കെട്ട് VC നിയമനം ഗവർണർ അയയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. മാതൃഭൂമി പറയുന്നത് ഇങ്ങനെയാണ്: സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ സർക്കാരിനെ മാനിക്കാതെ VC നിയമനം നടത്താൻ ഗവർണർക്കാവില്ല. സർവകലാശാല നിയമം അനുസരിച്ചു വേണം VC നിയമനം നടത്തേണ്ടതെന്നാണ് സുപ്രീം കോടതി ഉത്തരവ്. ബുധനാഴ്ചത്തെ വിധിയുടെ പകർപ്പ് പുറത്തു വന്നപ്പോഴാണ് ഇക്കാര്യത്തിൽ വ്യക്തത വന്നത്. സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം ഗവർണർ താൽക്കാലിക VC-മാരെ നിയമിക്കേണ്ടതെന്നും കോടതി ഉത്തരവിട്ടു. ഫലത്തിൽ VC നിയമനങ്ങളിൽ ഗവർണറുടെ മേൽക്കൈ നിരാകരിക്കുന്നതാണ് വിധി. ഹൈക്കോടതി വിധിക്ക് പിന്നാലെ 2 സർവകലാശാലകളിലും താൽക്കാലിക VC-മാരെ നിയമിക്കാൻ സർക്കാർ പാനൽ നൽകിയിരുന്നു. സാങ്കേതിക സർവകലാശാല നിയമത്തിലെ ചട്ടം 13(7), ഡിജിറ്റൽ സർവകലാശാല നിയമം 11(10) എന്നിവയനുസരിച്ച് താൽക്കാലിക VC-മാരെ നിയമിക്കാവൂ എന്നാണ് സുപ്രീം കോടതി വിധി. അതിനാൽ സർക്കാരിൻ്റെ പാനൽ ഗവർണർക്ക് അംഗീകരിക്കേണ്ടി വരും. പുതിയ VC-മാരെ നിയമിക്കാൻ ഗവർണർ പ്രത്യേക വിജ്ഞാപനം പുറപ്പെടുവിക്കണം. താൽക്കാലിക VC-മാരെ 6 മാസത്തിൽ കൂടുതൽ നിയമിക്കാനാവില്ല എന്നാണ് സുപ്രീം കോടതിയുടെ വിധി. എന്ന് വെച്ചാൽ ഹൈക്കോടതി എന്താണോ പറഞ്ഞത്, താൽക്കാലിക VC-മാരോട് നിങ്ങൾ ഇറങ്ങിപ്പോകൂ എന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. അതിനെതിരെയാണ് ഗവർണറും താൽക്കാലിക VC-മാരും സുപ്രീം കോടതിയെ സമീപിച്ചത്. അവിടെയാണ് ഇപ്പോൾ ഗവർണർക്ക് തിരിച്ചടി ഏറ്റിരിക്കുന്നത്. എന്ന് വെച്ചാൽ സർക്കാർ പാനൽ തരും, അതിൽ നിന്ന് താങ്കൾക്ക് ഒരാളെ നിയമിക്കാം, അതിനപ്പുറത്തേക്ക് വലിയ കളിയൊന്നും വേണ്ട എന്ന് കൃത്യമായും സുപ്രീം കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നു. നമ്മുടെ മാധ്യമങ്ങൾക്ക് അത് വലിയ വാർത്തയായിട്ടില്ല എന്നത് എന്തുകൊണ്ട് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മനോരമ ആ വാർത്ത എന്ന് വെച്ചാൽ സുപ്രീം കോടതി വാർത്ത പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു തരത്തിൽ ആ വാർത്തയെ വിന്യസിക്കാൻ ചെയ്തത് VC നിയമനം ഗവർണർ അയയുന്നു, തുടർ ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നു എന്നാണ് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൽ സർക്കാരുമായി അനുരഞ്ജനത്തിന് ഗവർണർ തയ്യാറായേക്കും. എത്രയും വേഗം സ്ഥിരം VC-മാരെ നിയമിക്കണമെന്ന നിർദ്ദേശം സുപ്രീം കോടതിയിൽ നിന്ന് വന്ന സാഹചര്യത്തിലാണ് സർവകലാശാലകളിലെ അനിശ്ചിതത്വം പരിഹരിക്കാൻ ഗവർണർ അയയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വളരെ സോഫ്റ്റായ വാർത്തയാണ് മലയാള മനോരമ നൽകിയിരിക്കുന്നത്. എവിടെയും ഗവർണറെ കുറ്റപ്പെടുത്തുന്നില്ല, സുപ്രീം കോടതി വിധി ഗവർണർക്കെതിരാണ് എന്ന് പറയുന്നില്ല. വാർത്തയിൽ ഉടനീളം എല്ലാ മാധ്യമങ്ങളും ആ രൂപത്തിൽ തന്നെയാണ് വാർത്ത നൽകിയിരിക്കുന്നത്. വാർത്ത നൽകിയത്, ശരിയായ രീതിയിൽ വാർത്ത നൽകിയത് ദേശാഭിമാനി മാത്രമാണ്. അതിൽ ദേശാഭിമാനിക്ക് ദേശാഭിമാനിയുടെ രാഷ്ട്രീയമുണ്ട്. പക്ഷേ കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി വലിയ ചർച്ചയായ വിഷയമാണ്
താൽക്കാലിക നിയമനം VC നിയമനം ആര് നടത്തണം എന്നതിനെക്കുറിച്ച്. എന്നാൽ അത് സുപ്രീം കോടതി അന്തിമമായി അത് പരിഹരിച്ചിരിക്കുന്നു, അന്തിമമായി വിധി പറഞ്ഞിരിക്കുന്നു. അതോടുകൂടി ആ ചാപ്റ്റർ, ആ അധ്യായം അടഞ്ഞിരിക്കുന്നു. നിലപാട്, സർക്കാർ ഉയർത്തിപ്പിടിച്ച നിലപാട് അത് ശരിയാണ് എന്ന് സുപ്രീം കോടതി, പരമോന്നത കോടതി പറഞ്ഞിരിക്കുന്നു. അതിന് വലിയ വാർത്താ പ്രാധാന്യമില്ലേ? കഴിഞ്ഞ കാലങ്ങളിൽ എത്ര സമയവും എത്ര കോളങ്ങളുമാണ്, സ്ഥലവുമാണ് നമ്മുടെ ദൃശ്യ പത്രമാധ്യമങ്ങൾ മാറ്റിവെച്ചത് ഈ വിഷയം ചർച്ച ചെയ്യാൻ. അതിനൊരു അന്തിമ വിധി വന്നപ്പോഴും എന്താണ് ആ വാർത്തയ്ക്ക് 2 കോളം വാർത്ത, തലക്കെട്ടിൽ ഒരു മയം. ഇതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ സ്ഥിതി. നേരെ തിരിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവ്, ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത് എങ്കിൽ എന്തായിരിക്കും ഇന്നത്തെ വാർത്ത? 1-ാം പേജിലെ 1-ാം തലക്കെട്ടായി മാറുമായിരുന്നു. ഇത് മാധ്യമങ്ങളെക്കുറിച്ച് നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ്. പക്ഷേ ഇതിലൊരു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അത് മറ്റൊന്നുമല്ല, സർക്കാർ ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ച ഒരു നിലപാടുണ്ട്. ആ നിലപാടിന് സുപ്രീം കോടതി അംഗീകാരം നൽകിയിരിക്കുന്നു. സർക്കാർ പറയുന്നതാണ് ശരി, SFI പറയുന്നതാണ് ശരി, വിദ്യാർത്ഥികൾ പറയുന്നതാണ് ശരി, ജീവനക്കാർ, സിൻഡിക്കേറ്റ് പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞിരിക്കുന്നു സുപ്രീം കോടതി എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യം. അതോടൊപ്പം തന്നെ താൽക്കാലിക VCമാരെ നിയമിച്ച് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള BJPയുടെ സംഘപരിവാറിൻ്റെ അജണ്ടയ്ക്ക് ഏറ്റ വലിയ തിരിച്ചടി കൂടിയാണ് സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ്.